ദിവാലി സെലിബ്രേഷന് പോകുന്നതിന്റെ മുന്നേ നമുക്കൊരു ചെറിയ ലസ്സി ഉണ്ടാക്കിയാലോ? ആദ്യം 1 കപ്പ് കാഷ്യൂവും ആമണ്ട്സും പിസ്താഷ്യോയും ഡേറ്റ്സും കൂടെ 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റി 2-3 സ്പൂൺ നല്ല ക്രീമി കട്ട തൈരും കൂടെ ചേർക്കാം. ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി. ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഒരു 4-5 ഐസ് ക്യൂബും. ഇനി കുറച്ചും കൂടെ യോഗേർട്ട് ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം. ദേ ഇങ്ങനെ. ലസ്സിക്ക് ദീപാവലി സെലിബ്രേഷൻ നടക്കുന്ന വീട്ടിലോട്ട് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരു അടച്ച പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഫ്രഷ് ആയ കാഷ്യൂവും പിസ്താഷ്യും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ലസ്സിയുടെ മുകളിൽ ചെറിയൊരു അലങ്കോലപ്പണി നടത്താൻ വേണ്ടി, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ലസ്സി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിലും ലസ്സി ഒഴിക്കേണ്ട ഗ്ലാസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. കഴിഞ്ഞ ഓണം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. യുവീനെ കാർ സീറ്റിലിരുത്തി ലസ്സിയൊക്കെ പാക്ക് ചെയ്തെടുത്ത് നമുക്ക് ഗീതുവിന്റെ അങ്ങോട്ട് പോവാം. അവിടെയാണ് നമ്മുടെ ദിവാലി സെലിബ്രേഷൻ. നമ്മൾ ലസ്സി എന്ന് പറയുമ്പോൾ എപ്പോഴും മാംഗോ ലസ്സി അല്ലേ ഓർക്കുക. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല റിഫ്രഷിംഗും ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് എല്ലാം ടേബിളിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടേബിൾ. അടിപൊളിയായിട്ടില്ലേ കാണാൻ?